നമസ്കാരം. ശാസ്ത്ര സാങ്കേതിക മേഖലയിലുണ്ടായ വലിയ മാറ്റങ്ങൾ ഇന്ന് പ്രതിരോധ രംഗത്തും വളരെ സജീവമായി എല്ലാവരും പ്രയോജനപ്പെടുത്തുകയാണ്. ഒരു കാലത്ത് യുദ്ധവിമാനങ്ങൾ എല്ലാ രാജ്യങ്ങളുടെയും ഒരു അഭിമാനമായിരുന്നു. എത്രത്തോളം യുദ്ധവിമാനങ്ങൾ സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതനുസരിച്ചാണ് പല രാജ്യങ്ങളും അവരുടെ വ്യോമശക്തിയിൽ അഭിമാനിച്ചിരുന്നത്. അമേരിക്കയുടെ തന്നെ F-16, F-22, F-35 തുടങ്ങിയ ഇനത്തിൽപ്പെട്ട വിമാനങ്ങളൊക്കെ തന്നെ വളരെ വില കൂടിയതാണ്. ഇത് സ്വന്തമായിട്ടുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ തങ്ങളെക്കാലത്ത് സുരക്ഷിതരാണ് എന്നൊരു ബോധവും അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിമാനങ്ങളുടെ വില നമ്മുടെ കണ്ണുകളിൽ പോകുന്നതാണ്. ആയിരക്കണക്കിന് കോടി ഡോളർ വില കൊടുത്താണ് ഒരു വിമാനം വാങ്ങേണ്ടത്. പക്ഷേ ഇപ്പോൾ പുതിയ പ്രവണത ഡ്രോണുകൾ നിർമ്മിക്കാനാണ്. ഈ ഡ്രോണുകളുടെ നിർമ്മാണ ചെലവ് താരതമ്യേന വളരെ കുറവായതുകൊണ്ട് തന്നെ, മാത്രമല്ല ഒരു യുദ്ധവിമാനം നിർമ്മിക്കുന്ന സമയത്തിന് ഒരുപാട് ഡ്രോണുകൾ നിർമ്മിക്കുകയും ചെയ്യാം. ഈ ഡ്രോണുകൾ വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള സംവിധാനമുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ച് ചാരപ്പണിയും നടത്താം, ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണവും നടത്താം. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത വളരെ വിചിത്രവും അത്ഭുതകരവുമാണ്. ഇറാൻ്റെ കൈവശമുള്ളത് എണ്ണിയാൽ തീരാത്ത ഡ്രോണുകളാണ്. അവരുടെ കൈവശം 80,000 മുതൽ 1,00,000 വരെ ഡ്രോണുകൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഇതാണ് ഇവർ നിരന്തരമായി ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഡ്രോൺ നിർമ്മിക്കാൻ ആവശ്യമായ ചിലവ് എന്ന് പറയുന്നത് $35,000. എന്നാൽ ഒരു ഡ്രോണിനെ നശിപ്പിക്കണമെങ്കിൽ, അതായത് മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അതിനെ നശിപ്പിക്കണമെങ്കിൽ $40 ലക്ഷം ചിലവാകുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് നിർമ്മിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ചിലവ് ഒരു ഡ്രോണിന് വെടിവെച്ചിടാൻ എന്നുള്ളത് പാശ്ചാത്യ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല, ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും സ്ഥലത്ത് സ്ഥിരമായി ഉറപ്പിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ആ മേഖലയിലേക്ക് വരുന്ന ഡ്രോണുകളെ മാത്രം തടഞ്ഞു നിർത്താനേ ഇതിന് കഴിയുകയുള്ളൂ. മാത്രവുമല്ല, എന്നാൽ ഒറ്റയടിക്ക് ഒരുപാട് ഡ്രോണുകളോ മിസൈലുകളോ കടന്നു വന്നാൽ അവയെ മുഴുവൻ നേരിടാൻ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് കഴിയുകയില്ല. ഇസ്രായേലിന് അയൺ ഡോമുണ്ട്, അതുപോലെ ആരോ സംവിധാനങ്ങളുണ്ട്, അമേരിക്കയുടെ താടുണ്ട്. ഇങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും കൃത്യമായി എല്ലാ ഡ്രോണുകളെയും മിസൈലുകളെയും അവർക്ക് തകർക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഒപ്പം സാമ്പത്തിക പ്രതിസന്ധിയും. ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്, പക്ഷേ ഇറാനാണെങ്കിൽ അതിവിസ്തൃതമായൊരു രാജ്യമാണ്. അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇപ്പോൾ അവർ ആക്രമണം നടത്തുന്നത്. ഇറാനിലെ പർവ്വത മേഖലകളിലും മലയിടുക്കുകളിലുമൊക്കെ തന്നെ ഇവർക്ക് സൈനിക താവളങ്ങളും ഭൂഗർഭ അറകളും ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടം കേന്ദ്രീകരിച്ചാണ് ഇവർ ഇസ്രായേലിലേക്കും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒക്കെ തന്നെ ആക്രമണം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ തോതിലുള്ള പണച്ചെലവ് ഇതിനായി ഇപ്പോൾ ആവശ്യമുണ്ട്. പ്രതിമാസം ഏതാണ്ട് 500ഓളം ഡ്രോണുകളാണ് സാധാരണഗതിയിൽ ഇറാൻ നിർമ്മിക്കുന്നതാണ് പറയപ്പെടുന്നത്. അവർക്ക് വേണമെങ്കിൽ ഒരു മാസം 2,500 ഡ്രോണുകൾ വരെ നിർമ്മിക്കാനുള്ള സംവിധാനമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ തന്നെ ദിവസവും 100 കണക്കിന് ഡ്രോണുകളാണ് ഇവർ 12ഓളം ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്രായേലിലേക്കും തന്നെ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയെ ഒറ്റയടിക്ക് നേരിടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചും അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ തന്നെ വലിയൊരു വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ നമുക്കെല്ലാം ഓർമ്മയുണ്ട്, അമേരിക്ക ഇറാന് നേർക്ക് ആക്രമണം നടത്തിയിരുന്നു. അവരുടെ ഫോർദോ ആണവ നിലയം ഒക്കെ തന്നെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായി ഇസ്രായേലും പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പലതും പുതിയതായി സ്ഥാപിക്കേണ്ട ആവശ്യമാണ്. കാരണം നിരന്തരം ഒരു യുദ്ധം നടക്കുമ്പോൾ തുടർച്ചയായി ഇതിൻ്റെ ആവശ്യം വേണ്ടി വരും. അങ്ങനെ നിരന്തരമായ ഉപയോഗം കൊണ്ട് ഇതിൻ്റെ പലതിൻ്റെയും പ്രവർത്തനശേഷി കുറയുകയും മറ്റും ചെയ്യുന്നൊരു പ്രശ്നം അവശേഷിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിലെ അയൺ ഡോം സംവിധാനം പോലും ഇപ്പോൾ അവർ ഉദ്ദേശിച്ച രീതിയിൽ ഫലപ്രദമാകുന്നില്ല എന്നുള്ള ആരോപണം ഉയരുന്നത്. കാരണം നിരന്തരമായി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തകരാറ് സംഭവിക്കുമെന്നുള്ള ഉറപ്പാണ്. കാരണം അതൊരു യന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ. കാരണം ഇറാനെ നിസ്സാരമായി നേരിടാം എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കരുതിയിരുന്നത് എങ്കിലും അവരുടെ കൈവശം പോർവിമാനങ്ങൾ കുറവായതുകൊണ്ട് തന്നെ അവർ വലിയ തോതിൽ മിസൈലുകളും ഡ്രോണുകളും നിർമ്മിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇവ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയൊക്കെ തന്നെ ഇറാൻ നേരിടുന്നത്. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്കും വലിയ തോതിലുള്ള വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. ഈ ഓരോ ഇൻ്റർസെപ്റ്ററിനും അതല്ലെങ്കിൽ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് $15 മില്യൺ ചിലവ് വരുന്നത്. മാത്രമല്ല, ഇത് വീണ്ടും നിറച്ചതിൻ്റെ പ്രവർത്തനശേഷി പൂർണ്ണ സജ്ജമാക്കിയെടുക്കാൻ ചിലപ്പോൾ 3 വർഷം വരെ എടുക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ നിർമ്മാണ ചെലവ് വളരെ വലുതാണ്, ഇതിൻ്റെ പ്രവർത്തന രീതി വളരെ ചിലവേറിയതാണ്. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വല്ലാത്ത രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇസ്രായേലിനെ പോലെ രാജ്യങ്ങളൊക്കെ തന്നെ വളരെ മാരകമായ രീതിയിൽ തുറച്ചു നോക്കുന്നുണ്ട്. ഇറാൻ്റെ കൈവശം ഉള്ള മിസൈലുകളും അവരുടെ ഡ്രോണുകളുമൊക്കെ തന്നെ വലിയ തോതിൽ ഇപ്പോൾ അവർ ദിവസവും ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷ്യമിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ തടയുക എന്നുള്ളത്
അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്. ഇറാൻ്റെ ഏത് മേഖലയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തു കൂടിയാണ് അവിടേക്ക് മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ തടയാനായി സ്ഥിരമായ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിലാകട്ടെ അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നിർമ്മാണ ചെലവിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഒരു ഡ്രോണിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്നുള്ളതൊരു പുതിയ വാർത്തയാണ്. ഏതായാലും ഈ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ശരിക്കും സാമ്പത്തികമായി വല്ലാത്ത പ്രതിസന്ധിയിലാകും എന്നാണ് ഇപ്പോൾ അവർ കണക്കൂട്ടുന്നത്. കാരണം ഇതിൻ്റെ ചെലവ് അത്രയും വലുതാണ്.